നമ്പർ എഴുതി തെറ്റിപ്പോയി. 33 53 അല്ല, 33 15 അല്ല, 53 15 നമ്പർ മാറിപ്പോയി. പുള്ളി അത് മാറ്റി വീണ്ടും. ഇതാണ് നബീൽ, നമ്മുടെ ഓട്ടോര ടാർപ്പേര വർക്കിൻ്റെ പകുതിയും ചെയ്ത പുള്ളിക്കാരൻ. ഇനിയിപ്പം യവനൊരു ആശാനുണ്ട്, ആശാൻ പോയിരിക്കുകയാണ് നമ്മുടെ സീറ്റിന് കവർ അടിക്കാൻ വേണ്ടി. ഇവിടുത്തെ മെഷീൻ കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ ഇരിപ്പടം ഉണ്ടല്ലോ, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയേക്കാണ് ആള്. ഹേ മച്ചാമാരെ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സമയമല്ല, ഇപ്പോൾ ഗുഡ് ഉച്ചരേക്കായി. സമയം ഏതാണ്ട് 1:30 ആകുന്നു. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചടയമംഗലത്ത് നമ്മുടെ വണ്ടി അപ്പോഴ്സറി ടാർപ്പ് അടിക്കാൻ കൊടുത്ത സ്ഥലത്താണ്. നമ്മുടെ വണ്ടിയുടെ പണി ഏതാണ്ട് അവസാന മിനുക്ക് പണിയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഷോപ്പിലേക്ക് പോകാം. ഞാനിപ്പോൾ ഷോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ മുട്ടം വെയിലാണ്. ഇന്നലെയൊക്കെ മുട്ടം മഴയായിരുന്നു. 2 ദിവസം നല്ല കിടിലം മഴയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി പണിഞ്ഞ് കിട്ടാൻ വേണ്ടി അല്പം താമസിച്ചത്. ഇതേൻ്റെ അങ്ങ് മുകളിൽ കാണുന്നതാണ്ടോ ജഡായിപ്പാറയിൽ ആ ശില്പം, അതിന് തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ വണ്ടി ടാർപ്പ് അടിക്കാൻ കൊണ്ടിട്ടിരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. ഈ കിടക്കുന്ന നമ്മുടെ ഫ്രണ്ട് സീറ്റിനകത്തിരുന്ന ഇരിപ്പടമാണ് കേട്ടോ. അതെല്ലാം ഫുള്ള് വലിച്ചിളക്കി ഇനി പുതിയ സീറ്റ് കവർ അടിക്കണം. പിന്നെ തായി കിടക്കുന്നു നമ്മുടെ വണ്ടി. ടാർപ്പ് അടിച്ചു, അകത്ത് ഇന്നർ കാര്യങ്ങളെല്ലാം അടിച്ച് ഇനിയിപ്പം സീറ്റ് എടുത്തിടുക, അതാണ് ഇനി അടുത്ത പരിപാടി. അതോടുകൂടി നമ്മുടെ പരിപാടി തീരും. പിന്നെ ഈ ഫ്രണ്ടിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ ഈ ഇന്നറിൻ്റെ അതേ കളർ വെച്ച് അടിക്കുന്നുണ്ട്. അതും കൂടെ കഴിയുമ്പം നമ്മുടെ വണ്ടിയുടെ പണി ഫുൾ വർക്ക് കഴിയും. എന്ന് വെച്ചാൽ നമ്മുടെ ടാർപ്പേരെ പരിപാടി. അങ്ങനെ ഫ്രണ്ട് ബോർഡ് അടിച്ച് സെറ്റാക്കി കേട്ടോ. അതുകൊണ്ടൊന്ന് ഫിറ്റിങ് ചെയ്തു. ഇനിയിപ്പം ചെയ്യാനുള്ളത് ഈ സൈഡിലുള്ള ബോർഡ്, ഈ സൈഡിലുണ്ട്, അവിടെയുണ്ട്, അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നബീൽ, നമ്മുടെ ഓട്ടോര ടാർപ്പേര വർക്കിൻ്റെ പകുതിയും ചെയ്ത പുള്ളിക്കാരൻ. ഇനിയിപ്പം യവനൊരു ആശാനുണ്ട്, ആശാൻ പോയിരിക്കുകയാണ് നമ്മുടെ സീറ്റിന് കവർ അടിക്കാൻ വേണ്ടി. ഇവിടുത്തെ മെഷീൻ കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ ഇരിപ്പടം ഉണ്ടല്ലോ, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയേക്കാണ് ആൾ. നമ്മുടെ ചാറ്റ് റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ കവറും കൂടെ അടിച്ചുകൊണ്ട് വരിക, ഇടുക, അതും കൂടെ എടുത്ത് ഫിറ്റ് ചെയ്യുക, നാട് വിടുക. അതാണ് ഇനി അടുത്ത പരിപാടി. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ പരിപാടി ഏതാണ്ട് കംപ്ലീറ്റ് ആവും. ഇതാണ് അവൻ്റെ ഗുരു. അണ്ണൻ്റെ പേരെന്തായിരുന്നു? ചുമ്മാ എൻ്റെ വീഡിയോ എടുക്കണ്ട. രാകേഷ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെ പരിപാടി, സീറ്റ് കവറ്, സീറ്റ്, എല്ലാ പരിപാടിയും. പിന്നെ അല്ല, പുള്ളിയുടെ നമ്പർ ഏത് കൊടുക്കണം? അവൻ്റെ കൊടുത്താൽ പോരെ? ഓക്കെ, നബീൽ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ പുള്ളി സാധനം എടുക്കാൻ പോകുന്നു, അടുത്ത ഏതോ ഒരു വണ്ടിക്കുള്ള പണിക്കുള്ള. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അങ്ങനെ ഒടുവിൽ നമ്മുടെ സീറ്റ് അടിച്ച് സെറ്റാക്കി ഫിറ്റും ചെയ്തു. ബേക്ക് സീറ്റ് നമ്മളെ പഴയ സീറ്റ് തന്നെ കേട്ടോ, അത് മാറിയിട്ടില്ല. അതിപ്പോൾ നമുക്ക് ഉടനെ അല്ല, പതുക്കെയൊക്കെ മാറാം. ഏതാണ്ട് നമ്മൾ ബഡ്ജറ്റെല്ലാം കഴിഞ്ഞു. നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ഇപ്പം പേയ്മെൻറ്റ് നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വർക്ക് ആയതെന്ന് വെച്ചാൽ ടാർപ്പ് അടിച്ച് ഇന്നറടിച്ച് നമുക്ക് ഫ്രണ്ട് സീറ്റും കൂടെ അടിച്ചു തന്നു. ഇങ്ങനെയല്ല സീറ്റ് അടിക്കാമെന്ന് പറഞ്ഞത്, പിന്നെ പുള്ളി ഇങ്ങനെ അടിച്ച് തന്നേ ഉള്ളൂ. എല്ലാം കൂടെ ചേർത്ത് 7 രൂപ കേട്ടോ എനിക്ക് ഈ ടാർപ്പ, ഇന്നർ, ഈ സീറ്റ് ഉൾപ്പെടെ അടിച്ചു തന്നതിന്. അപ്പോൾ നിങ്ങളാരെങ്കിലും നിങ്ങളുടെ വണ്ടിക്ക് സീറ്റ് കവറോ ഇതേപോലെ ഇന്നർ വർക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോഴ്സറി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ വണ്ടിയിൽ ചെയ്തു തന്നത്. നമ്മുടെ സ്റ്റാൻഡിലുള്ള മിക്കവാറുമുള്ള എല്ലാ വണ്ടികളും ഇവിടെ നിന്നാണ് ടാർപ്പയും സീറ്റൊക്കെ അടിച്ചത്. അവരാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്തായാലും വന്നതിൽ എനിക്ക് നിരാശയില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് ദിവസം പെൻഡിങ് ആയിപ്പോയി, 2-3 ദിവസം മഴയായിപ്പോയി, അങ്ങനെയൊക്കെ കുറച്ച് ദിവസം ഡിലേ ആയി. അത് മാത്രമേ ഉള്ളൂ എനിക്ക് വന്ന ഒരു ഇത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അടിപൊളിയാണ്, ഇവിടുത്തെ സ്റ്റാഫായാലും അണ്ണനായാലും വർക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ചടയമംഗലം, നിലമയിൽ നിന്നും ചടയമംഗലം പോകുന്ന വഴിക്കാണ്. ചടയമംഗലം എത്തുന്നതിന് മുമ്പ് നമ്മുടെ ജഡായുവിലേക്ക് തിരിയുന്നതിന് കുറച്ച് ഫ്രണ്ടിലായിട്ട് നെറ്റ്സ് പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പുതിയ ഷോപ്പുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ കട വരുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബേക്കിൽ ഗ്ലാസ് ഇടണം, നമ്പർ എഴുതണം, അങ്ങനെ കുറച്ച് പരിപാടി.
ഇനി എന്തായാലും നമുക്ക് നേരെ കടക്കിലേക്ക് പോകാം. അവിടുന്ന് നേരെ കടക്കൽ സീഡ് ഫാമിലുള്ള പൊന്തോവൽ എന്ന് പറഞ്ഞ ആ സ്റ്റിക്കർ കടയിലെത്തി. സൈഡിൽ നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ കട്ടാക്കി പോയ എന്തെന്നല്ലേ, നമ്പർ എഴുതി തെറ്റിപ്പോയി. 3353 അല്ല, 3315 അല്ല, 5315 നമ്പർ മാറിപ്പോയി. പുള്ളി അത് മാറ്റി വീണ്ടും അവിടെ 5 എഴുതാണ്, 5315 ആക്കുകയാണ്. ബാക്കിയെല്ലാം എഴുതി. ബേക്കിൽ സ്റ്റോപ്പ് എഴുതി, സൗണ്ട് ഹോൺ എഴുതി, കീപ് ഡിസ്റ്റൻസ് എന്ന് എഴുതി. ഇനിയിപ്പം മറ്റേ റിഫ്ലക്ടർ ഒട്ടിക്കണം, അതിന് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഗ്ലാസ് ആണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ പാച്ച് വർക്ക് കടയിൽ പോകാം. ഓ ഇതാര് നമ്മുടെ സ്റ്റാൻഡിലെ വണ്ടിയാണ്. യെസ്, പണി കഴിഞ്ഞ് ഇനി ഇതിടണം, ഗ്ലാസ് ഇടണം, സ്റ്റിക്കർ ഒട്ടിക്കണം, ടെസ്റ്റിന് പോകണം. അപ്പോൾ പോട്ടെ. അങ്ങനെ ഇന്ന് ഏതാണ്ട് 4-5 ദിവസം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടി അന്ന് ആ ബേക്ക് ഗ്ലാസ് ഇടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഷോപ്പ് അടവായിരുന്നു. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോയി അതെല്ലാം റെഡിയാക്കി. ഇപ്പം നമ്മുടെ വണ്ടി ടെസ്റ്റിന് വേണ്ടി ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും ഓക്കെ ആയിട്ടുണ്ട്. ബേക്കിൽ ഗ്ലാസ് ഇട്ടു, ബേക്കിൽ നമ്മൾ സൗണ്ട് ഹോൺ, കീപ്പ് ഡിസ്റ്റൻസ് എഴുതി, ബേക്കിൽ റിഫ്ലക്റ്റ് ഒട്ടിച്ചു, സൈഡിൽ ഒട്ടിച്ചു, പിന്നെന്താണ് ഫ്രണ്ടിൽ ഈ ബീഡിങ് ഒട്ടിച്ചു, നമ്പർ പ്ലേറ്റ് എല്ലാം, വൈപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇൻഷുറൻസ്, പൊല്യൂഷന്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് ഇപ്പം ഏജൻറ്റിൻ്റെ കയ്യിൽ പേപ്പറെല്ലാം കൊടുത്തു. പേപ്പർ വർക്കെല്ലാം ശരിയാക്കി. ഈ വരുന്ന ചൊവ്വാഴ്ച, ഇന്നത്തേക്ക് വെച്ചിരുന്ന ഇന്ന് ശനിയാഴ്ച ആയിരുന്നു. 2ാം ശനി ആയതുകൊണ്ട് നടന്നില്ല. ഇനിയിപ്പം ചൊവ്വാഴ്ചയാണ് ടെസ്റ്റിന് ഡേറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി അങ്ങനെ ടെസ്റ്റിന് എല്ലാം പക്ക. അപ്പോൾ എന്തായാലും ഇനി അന്നേ ദിവസം കാണാം. അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെ നല്ലൊരു ദിവസം പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാ ഷാജി, സൈനിങ് ഔട്ട്.